തട്ടിപ്പിനിരയായവർ നിയമത്തിന് മുന്നിൽ വരാൻ ഭയക്കുകയാണ്. നൽകിയ പണത്തിന് രേഖകളില്ല. പരാതി പുറത്തു നൽകിയാൽ കള്ളപ്പണം വെളുപ്പിച്ചെന്ന പേരുദോഷം വേറെ. ഈ നിശബ്ദതയാണ് ഇത്തരം തട്ടിപ്പുകാർക്ക് വളമാകുന്നത്. ഇനി നടപടിയെടുക്കേണ്ടത് സർക്കാരാണ്. കൊച്ചിയിൽ നിന്നും MS അനീഷ് കുമാർ, ന്യൂസ് 18. അനീഷ് കുമാറിലേക്ക്. അനീഷ് സൂചിപ്പിച്ചതുപോലെ ഈ പലരും പരാതിയുമായി മുന്നോട്ട് വരാത്തതാണ് ബിജു രാധാകൃഷ്ണനെ പോലെയുള്ളവർക്ക് തട്ടിപ്പ് വീണ്ടും നടത്താൻ സാഹചര്യം ഒരുങ്ങുന്നത്. ഇവിടെ റിൻഷാദ് മാത്രമാണ് ഇതുവരെയും പരാതിയുമായി പോലീസിനെ, മുഖ്യമന്ത്രിയെ സമീപിച്ചിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം വന്നിരിക്കുന്നു. ഒരു അന്വേഷണവുമായി പുതിയൊരു സംഘം വരുമ്പോൾ അന്വേഷണ സംഘം ഈ ബിജു രാധാകൃഷ്ണൻ്റെ തട്ടിപ്പിനെ കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്തുമ്പോൾ കൂടുതൽ പേർ പരാതിയുമായി രംഗത്തെത്താനുള്ള സാധ്യതയുണ്ടോ? ഇതിലൊരു കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ടോ? എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ഈ അന്വേഷണത്തിൻ്റെ പരിധിയിൽ വരിക? ടോം, നേരത്തെ മുതൽ തന്നെ നമ്മൾ പറയുന്നു, അല്ലെങ്കിൽ നമുക്ക് ഈ ബിജു രാധാകൃഷ്ണൻ്റെ ഒരു ഓപ്പറേഷൻ്റെ ശൈലി കാണുമ്പോൾ തന്നെ അറിയാൻ കഴിയുന്നത് പരമാവധി രേഖകളില്ലാതെ ആളുകളിൽ നിന്നും പണം കൈപ്പറ്റുന്ന ഒരു രീതിയിലുള്ള തട്ടിപ്പാണ്. അതായത് പിന്നീട് പണം വേണമെന്ന് ആവശ്യപ്പെട്ട് അല്ലെങ്കിൽ മടക്കി നൽകണമെന്ന് ആവശ്യപ്പെട്ട് വന്നാലും എന്താണ് അതിന് രേഖയെന്ന് ചോദിക്കുന്ന തരത്തിലേക്കാണ് ഇയാളുടെ തട്ടിപ്പ് നടന്നത്. എന്തായാലും റിൻഷാദിനൊപ്പം എലിയാസ് എന്ന അങ്കമാലി സ്വദേശി അയാൾക്ക് ഏതാണ്ട് 1.5 കോടി രൂപയോളം ബിജു രാധാകൃഷ്ണൻ വഴി നഷ്ടപ്പെട്ടിട്ടുണ്ട്. അയാളുടെ ചില സുഹൃത്തുക്കൾക്ക് പണം നഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്കമാലി മേഖലയിലുള്ള ചില വൈദികർക്ക് പണം നഷ്ടപ്പെട്ടിരിക്കുന്നു. എന്തായാലും ഇവരൊന്നും പ്രകടമായി പരാതിയുമായി പുറത്തു വരുന്നില്ല എങ്കിൽ പോലും പോലീസ് അന്വേഷണം ഇക്കാര്യത്തിൽ ആരംഭിച്ചു കഴിയുമ്പോൾ പോലീസിന് ഇക്കാര്യങ്ങളിലേക്ക് കുറച്ചുകൂടി കടന്നു കയറാൻ കഴിയും. ഈ അക്കൗണ്ടുകൾ വഴി പണം നൽകിയ ചില ആളുകളുമുണ്ട്. പക്ഷേ അവർക്ക് തൽക്കാലം നിയമ നടപടികളിൽ താല്പര്യമില്ലെന്ന് പറഞ്ഞവരുണ്ട്. പക്ഷേ അത്തരക്കാരിലേക്കൊക്കെ അന്വേഷണം നീളേണ്ടി വരും. ഒപ്പം കേരളത്തിൽ മാത്രമല്ല, കേരളത്തിന് പുറത്ത് തമിഴ്നാട്ടിലും കർണാടകത്തിലും വലിയ തോതിൽ ഇത്തരത്തിൽ പണം നഷ്ടപ്പെട്ട ആളുകളുണ്ട്. തമിഴ്നാട്ടിൽ ചെന്നൈയിൽ ഒരു വലിയ ഓഫീസ് പ്രവർത്തിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം ഈ പോണ്ടിച്ചേരിയിലും കോയമ്പത്തൂരിലും അടക്കമുള്ള ഇടങ്ങളിൽ സമ്മിറ്റുകൾ, CSR സമ്മിറ്റുകൾ നടത്തിയാണ് ആളുകളെ അവിടേക്ക് ആകർഷിച്ചുകൊണ്ടിരിക്കുന്നത്. അത് സമൂഹത്തിൻ്റെ നാനാ ഇടങ്ങളിലുള്ള പ്രമുഖരായ ആളുകളൊക്കെ ഈ സമ്മിറ്റിൽ പങ്കെടുത്തിരുന്നു. കോയമ്പത്തൂർ സമ്മിറ്റിൽ ഏതാണ്ട് 100-ലധികം സന്നദ്ധ സംഘടനകൾ, അതിൽ ഈ എഞ്ചിനീയറിംഗ് കോളേജുകൾ നടത്തുന്ന ട്രസ്റ്റുകൾ, മെഡിക്കൽ കോളേജുകൾ നടത്തുന്ന ട്രസ്റ്റുകൾ, സ്കൂളുകൾ നടത്തുന്ന ട്രസ്റ്റുകൾ എന്നിങ്ങനെ നിരവധി ആയ ആളുകൾ അവിടെ എത്തിയിരുന്നു. അവരിൽ പലരുമായും നമ്മൾ ബന്ധപ്പെടാനൊക്കെ ശ്രമിക്കുകയും ചെയ്തു. കുറച്ച് പേർ പണം നൽകിയിട്ടുണ്ട്, കുറച്ച് പേർ പണം നൽകാത്തവരുണ്ട്. നിരവധി പദ്ധതികൾക്കായി പണം നൽകിയിട്ടും മാസങ്ങളോളം ഒരു തുടർ കാര്യങ്ങൾ നടക്കാത്ത ആളുകളുമുണ്ട്. അത്തരം ചില ആളുകളെ നമ്മൾ ബന്ധപ്പെട്ടിരുന്നു. അവർ നമ്മളോട് കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞിരുന്നു. കേരളത്തിലേക്ക് എത്തും എന്ന് വരെ അറിയിച്ചുവെങ്കിലും പിന്നീട് അവരെ ഒന്നും ഫോണിൽ ലഭ്യമാവാത്ത ഒരു സാഹചര്യം. ഒരുപക്ഷെ ബിജു രാധാകൃഷ്ണനും കൂട്ടാളികളും അവരെ തന്നെ നേരിട്ട് ബന്ധപ്പെട്ട് പണം നൽകുകയോ അല്ലെങ്കിൽ മറ്റു ചില ഭീഷണികളൊക്കെ ചെലുത്തി അവരെ പിൻവലിപ്പിക്കാനുള്ള ശ്രമം നടക്കുവാണോ എന്ന് നമുക്ക് സംശയിക്കേണ്ടി വരും. ഇപ്പോൾ ഈ പരാതിയുമായി മുന്നോട്ട് വരുന്ന റിൻഷാദിനെതിരെ പോലും വലിയ ഭീഷണികൾ മുഴക്കുന്നുണ്ട്. നേരത്തെയും ആദ്യഘട്ടത്തിൽ ഒരു പരാതിയുമായി രംഗത്ത് വരാൻ ഒരുങ്ങിയപ്പോൾ തന്നെ ഈ ബിജുവിൻ്റെ ഒപ്പമുള്ള അഭിഭാഷക വലിയ തോതിലുള്ള ഭീഷണി മുഴക്കിയിരുന്നു. നമ്മൾ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തുവിട്ടതാണ് ഈ അഭിഭാഷകയുടെ ഈ കേസുമായി ബന്ധപ്പെട്ട ഇടപെടൽ. അവരെങ്ങനെയാണ് ഈ സാക്ഷികളെ അല്ലെങ്കിൽ ഈ പരാതി നൽകാൻ ഒരുങ്ങുന്നവരെ ഭീഷണിപ്പെടുത്തുന്നത് എന്നൊക്കെ നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് പരാതികൾ ഇനി ഔദ്യോഗികമായി നൽകിയില്ലെങ്കിൽ പോലും പോലീസ് അന്വേഷണത്തിൻ്റെ പരിധിയിലേക്ക് ഈ കാര്യങ്ങൾ വരും. ഈ NHFുമായി ഇടപാടുകൾ നടത്തുന്നവരുടെ രേഖകൾ ഈ സ്ഥാപനം നൽകേണ്ടി വരും. ഒപ്പം വീഡിയോ ദൃശ്യങ്ങളും ഒപ്പം ഫോട്ടോയും ഒക്കെ ഉണ്ട് ഈ നടത്തിയ സമ്മിറ്റുകളുമായി ബന്ധപ്പെട്ട്. ഈ സമ്മിറ്റിൽ ഏതൊക്കെ ആളുകളാണ് പങ്കെടുത്തത്, എത്ര ട്രസ്റ്റുകളുണ്ടായിരുന്നു, സമൂഹത്തിലെ വലിയ ഉന്നതരായ വ്യക്തികൾ എങ്ങനെ ഈ സമ്മിറ്റിലേക്ക് എത്തിപ്പെട്ടു എന്നടക്കമുള്ള. അനീഷ്, ഇവിടെ ഈ ബിജു രാധാകൃഷ്ണൻ്റെ തട്ടിപ്പിന് ആരൊക്കെയാണ് കൂട്ടുനിന്നത്? ഒരു റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥനും അതോടൊപ്പം ഒരു അഭിഭാഷക, ഹൈക്കോടതി അഭിഭാഷകയും ഇയാൾക്കൊപ്പം ഉണ്ട്. ഈ തട്ടിപ്പുകൾക്കെല്ലാം ഇവരുടെ പിൻബലമുണ്ട് എന്ന രീതിയിലുള്ള വിവരങ്ങളും നേരത്തെ ന്യൂസ് 18 പുറത്തുവിട്ടതാണ്. അങ്ങനെയെങ്കിൽ എന്താണ് അവർക്ക് ഈ തട്ടിപ്പിലുള്ള പങ്ക്? ബിജു രാധാകൃഷ്ണനുമായി എന്ത് ബന്ധമാണ്? തുടങ്ങിയ കാര്യങ്ങളൊക്കെ വിശദമായി തന്നെ അന്വേഷിക്കേണ്ടതല്ലേ?
തീർച്ചയായും അതേക്കുറിച്ചുള്ള ഒരു അന്വേഷണം വരും. കാരണം ഹൈക്കോടതിയിലെ അഭിഭാഷകയായ നിഷ പീറ്ററാണ് ഈ സ്ഥാപനത്തിൻ്റെ ഉടമ. അവരുടെ പേരിലാണ് കൊച്ചി കോർപ്പറേഷനിൽ ഈ NHF എന്ന സ്ഥാപനം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അവർ തന്നെ നമ്മോട് ഇക്കാര്യം പറയുകയും ചെയ്തിരുന്നു. വിജയ രാധാകൃഷ്ണൻ തൻ്റെ സ്ഥാപനത്തിലെ കേവലം ഒരു ജീവനക്കാരൻ മാത്രമാണ്. മറ്റ് ഇടപാടുകളൊക്കെ നടത്തുന്നത് താനാണ്, അല്ലെങ്കിൽ തൻ്റെ പേരിലാണ്. തൻ്റെ സ്ഥാപനം ഒരു ലീഗൽ കൺസൾട്ടൻസി എന്ന രീതിയിലാണ് എന്നാണ് അവർ അവകാശപ്പെടുന്നത്. പക്ഷേ ഒരാൾക്കും ഒരു ഉപദേശം നൽകുന്ന സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ നിയമപരമായ സഹായം ചെയ്യുന്ന സ്ഥാപനമല്ല, മറിച്ച് ആളുകൾക്ക് ഈ CSRുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഈ രജിസ്ട്രേഷൻ അടക്കമുള്ള കാര്യങ്ങൾ, പ്രോജക്റ്റ് ഫയലിംഗ് അടക്കമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുമെന്നാണ് അവകാശപ്പെടുന്നത്. പക്ഷേ അത് ആളുകളിലേക്ക് എത്തിപ്പെടാനുള്ള ഒരു ചൂണ്ട മാത്രമാണ്. കാരണം ഈ സന്നദ്ധ സംഘടനകൾ പ്രവർത്തിക്കുന്നവർക്ക് പലതരത്തിലുള്ള ഈ ഫയലുകൾ അനിവാര്യമായി വരും, അല്ലെങ്കിൽ പലതരത്തിലുള്ള രേഖകൾ അനിവാര്യമായി വരും. ഇത്തരം രേഖകൾ തരപ്പെടുത്തി നൽകാമെന്ന ചൂണ്ടയാണ് ഈ പുറത്തേക്ക് അവർ എറിയുന്നത്. ഇതിൽ കൊത്തിയാണ് ഈ സന്നദ്ധ സംഘടനകളുടെയും അല്ലെങ്കിൽ ട്രസ്റ്റുകളുടെയും ഒക്കെ ഭാരവാഹികൾ ഇവിടേക്ക് എത്തുകയും അവരെ അപ്പോൾ വലിയ ഒരു ചൂണ്ട എറിഞ്ഞു നൽകുന്നു. കാരണം നിങ്ങൾ ഈ ചെറിയ രീതിയിലൊന്നും പ്രവർത്തനം നടത്തി 1 കോടിയുടെ 2 കോടിയുടെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയി പ്രവർത്തിക്കേണ്ടവരല്ല, മറിച്ച് 1000 കോടിയും 1500 കോടിയും 3000 കോടി രൂപയുടെയും ഒക്കെ വമ്പൻ പദ്ധതികൾ നിങ്ങൾ നടത്തണം. 3000 കോടി രൂപയുടെ ഒരു പദ്ധതി നടപ്പിലാക്കാനായാൽ, അല്ലെങ്കിൽ ഒരു മെഡിക്കൽ കോളേജോ എഞ്ചിനീയറിംഗ് കോളേജോ നിർമ്മിക്കാൻ കഴിഞ്ഞാൽ അതിൻ്റെ പകുതി പണം നിങ്ങൾക്ക് കൈവശപ്പെടുത്താം. 1500 കോടിയിൽ താഴെ മാത്രം ചെലവഴിച്ചാൽ മതി. അതിൽ ഈ സർക്കാർ തലത്തിലെ ആളുകൾക്കുള്ള കൈക്കൂലി ഒഴിവാക്കിയാൽ വലിയ പൈസ നിങ്ങളുടെ കയ്യിൽ തന്നെ അവശേഷിക്കുമെന്നൊക്കെയുള്ള വാഗ്ദാനങ്ങൾ നമ്മൾ നേരത്തെ തന്നെ കേട്ടിരുന്നു. അയാൾ ഇത്തരം വാഗ്ദാനങ്ങളിൽ നമ്മളെ തന്നെ വീഴ്ത്താൻ ശ്രമിക്കുന്നു. അതുകൊണ്ട് ഇത്തരം വലിയ പണം വാഗ്ദാനം ചെയ്ത് നടത്തുന്ന ഇടപാടുകളാണ്. അതിൻ്റെ ഏറ്റവും അടുത്ത ഒരു കൂട്ടാളി എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്നത് നിഷ പീറ്ററാണ്. അവർ തന്നെ പറയുന്നത് അവരുടെ സ്ഥാപനത്തിലെ ജീവനക്കാരനാണ് ബിജു രാധാകൃഷ്ണൻ എന്നാണ്. ഒപ്പം ഈ സ്ഥാപനത്തിലെ ആളുകൾ എത്തുമ്പോൾ അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക, അല്ലെങ്കിൽ പുതിയ ആളുകളെ ഇവിടേക്ക് എത്തിക്കുക എന്നതാണ്. ആലപ്പുഴയിലെ സൈബർ പോലീസിൽ നിന്നും വിരമിച്ച വേണുഗോപാൽ എന്ന പോലീസ് ഉദ്യോഗസ്ഥനുള്ളത്. എപ്പോഴും അദ്ദേഹം അവിടെ ഓഫീസിലുണ്ടായിരിക്കും. അദ്ദേഹമാണ് ഈ ഇത്തരത്തിലെ ഓപ്പറേഷൻ കാര്യങ്ങളൊക്കെ പലതും ചെയ്യുന്നത്. ഒപ്പം ബെർലിൻ എന്ന മറ്റൊരാളാണ് ഇയാളുടെ മാനേജർ. ഈ മലപ്പുറത്തെ കോളേജിൽ ക്ലാസ് എടുക്കാനൊക്കെ പോകുമ്പോൾ പോലും കൂടെ ഉണ്ടാവുക ബെർലിനാണ്. ബെർലിനും വലിയ തോതിൽ ആളുകളുമായി ആശയവിനിമയം നടത്തുകയും പണത്തിൻ്റെ ഇടപാടുകളെക്കുറിച്ചാണ് ഇയാൾ കൂടുതൽ പറയുകയും ചെയ്യുന്നത്. ഒപ്പം ഈ ആളുകൾ പരാതിയുമായി രംഗത്ത് വരാൻ നിൽക്കുകയാണ്, അല്ലെങ്കിൽ പണം ലഭിക്കാതെ വന്നതോടുകൂടി ഓഫീസിലെത്തി ഇതൊക്കെ ചോദിച്ചാൽ അവിടെ ഇടപെടുന്നത് ബെർലിനാണ്. ഭീഷണി മുഴക്കാനും കൊട്ടേഷൻ സംഘങ്ങളുമൊക്കെ വിനിയോഗിച്ച് ആളുകളെ അടിച്ചമർത്താനുള്ള നീക്കം ബെർലിനാണ്. ഒപ്പം നിരവധി ജീവനക്കാർ കൊച്ചിയിലെ പല ഓഫീസുകളിലായുണ്ട്. ഒപ്പം തമിഴ്നാട്ടിലെ കേന്ദ്രീകരിച്ച് ചില ആളുകൾ അവരുടെ വിവരങ്ങളുമൊക്കെ നമുക്ക് ലഭിച്ചിരുന്നു. അവർ വഴിയാണ് മറ്റുള്ള ആളുകളിലേക്ക് എത്തിപ്പെട്ടത്. ആദ്യം ചെന്നൈയിൽ ഓഫീസ് നടക്കുന്നു. ചെന്നൈയിലൊക്കെയുള്ള ഓഫീസിലെ ജീവനക്കാരടക്കമുള്ളവരെ നമ്മൾ ബന്ധപ്പെട്ടിരുന്നു. എന്തായാലും അവർക്കൊക്കെ ദുരൂഹമായൊരു സ്ഥാപനം എന്ന രീതിയിൽ മാത്രമാണ് ഈ സ്ഥാപനത്തെ കാണാൻ കഴിയുന്നത്. ഇവിടെ ജോലി ചെയ്തിരുന്ന മുൻ ജീവനക്കാരെ നമ്മൾ കണ്ടിരുന്നു. അവരൊക്കെ പലരും ഈ ബിജു രാധാകൃഷ്ണൻ എന്ന തട്ടിപ്പ് കേസിലെ പ്രതിയാണ്. ബിജു ജോർജ് എന്ന പേരിൽ ഈ പുതിയ സ്ഥാപനവുമായി മുന്നോട്ട് പോകുന്നതെന്ന് അറിയാത്തവരായിരുന്നു. പക്ഷേ നിഷ പീറ്റർ സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ബിജു രാധാകൃഷ്ണനാണ്, ഈ ബിജു ജോർജ് എന്ന് എല്ലാവർക്കും അറിയാമെന്നാണ് അവർ പറയുകയും ചെയ്തിരുന്നത്. വ്യക്തമാണ്. MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. ന്യൂസ് 18 വാർത്ത പുറത്തു കൊണ്ടുവന്നതിന് പിന്നാലെയാണ് സോളാർ തട്ടിപ്പ് കേസ് പ്രതി ബിജു രാധാകൃഷ്ണന്റെ CSR ഫണ്ട് തട്ടിപ്പിൽ സമഗ്ര അന്വേഷണത്തിന് സർക്കാർ ഉത്തരവിട്ടിരിക്കുന്നത്. സ്പോട്ട് ലൈവിലേക്ക് തിരികെ എത്താം. ഇടവേള കഴിഞ്ഞു. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.